ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആരായാലും കൊതിയോടെ കഴിച്ചു പോകും. ഇത് ബാച്ചിലേഴ്സിനായാലും തുടക്കക്കാർക്കൊക്കെ ആയാൽ പോലും ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷേ അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ ഇഷ്ടപ്പെട്ടോന്ന്. ഇപ്പം ഞാൻ ഈ ചിക്കൻ 65 ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ച 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ പീസസാണ്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജീരകപ്പൊടി 3/4 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 2.5 ടീസ്പൂണാണ് ഒരു ടേബിൾ സ്പൂണ്. പിന്നെ ഗരം മസാല 3/4 ടേബിൾ സ്പൂൺ, ജിഞ്ചറും ഗാർലിക്കും കൂടെയുള്ള പേസ്റ്റ് 3/4 ടേബിൾ സ്പൂണ്. പിന്നെ ഇനി ചേർക്കുന്നത് മുട്ടയുടെ വെള്ളയാണ്, മഞ്ഞ ചേർക്കേണ്ടത് കേട്ടോ. വെള്ളം മാത്രം, ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിന് 3/4 ഭാഗം ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പുപൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈം ജ്യൂസ് ഒരു നാരങ്ങയുടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ 3/4 ഭാഗം നീര് കുരുവില്ലാതെ ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോറും. ഏറ്റവും അവസാനം ഓപ്ഷനിലാണ് ഒരു കാര്യം ഞാൻ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒരു 3-4 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ഞാൻ ഉപയോഗിച്ചിരുന്നേ. അത് വേണമെന്നുള്ളത് ഒരു നിർബന്ധമേ അല്ല. അതുകൊണ്ട് നിങ്ങളത് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിറം ഒരിച്ചിരി കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ പീസസിലോട്ട് നേരെ ഈ പുരട്ടാനുള്ളതൊക്കെ ഇടുന്നതിനെക്കാട്ടിൽ എളുപ്പം ഒരു പാത്രത്തിൽ ഈ സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് പുരട്ടുന്നത് എളുപ്പമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും, ഒരുപാട് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. പിന്നെ ഞാൻ ഇത് വറുത്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് വേണം അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇത് പെറുക്കി ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാതെ കൈകൊണ്ടായാലും തവി കൊണ്ടായാലും ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടെ അങ്ങ് പറ്റി പിടിച്ചു പോകും. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനും പാടാണ്. പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നതായാലും ഒരു സൈഡ് നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് മറിച്ചിടാവുള്ളേ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തെ കോട്ടിങ് എല്ലാം അങ്ങ് ചട്ടിയിലോട്ടങ്ങ് പറ്റിപ്പിടിക്കും. പിന്നെ ഇതൊരു 3/4 ഭാഗം ഫ്രൈ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 2 പച്ചമുളക് ഒന്ന് കീറിയതും 4ആയിട്ട് മുറിച്ചതും, ഒരു 2 തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ചിക്കൻ 65 റെഡിയായി. എന്ത് ഈസി അല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് നമുക്ക് പ്രോട്ടീൻ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കായാലും, അല്ലാതെ വീട്ടിലെ പാർട്ടിയൊക്കെ നടത്തുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് കൊടുക്കാനായാലും, ഈവനിങ് സ്നാക്കായിട്ടായാലും എല്ലാത്തിനും യോജിച്ച നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ വിവരം അറിയിക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്